അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ഫിഖ്ഹിന്റെ ഫുൾ റിവിഷൻ ആണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ അർദ്ധവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് 1 മുതൽ 11 പാഠങ്ങൾ, നിസ്കാരം എന്നുള്ള 1ാമത്തെ പാഠം മുതൽ അർക്കാനു സലാത്തിന്റെ 3ാം ഭാഗം വരെയുള്ള 11 പാഠങ്ങൾ നേരത്തെ നമ്മൾ ഫുൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായി ഓരോ പാഠങ്ങളും നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കേൾക്കുകയും ആ പാഠങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, ഈ വീഡിയോയിൽ നമ്മൾ 12ാമത്തെ പാഠം മുതൽ അവസാന പാഠം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഓരോ പാഠങ്ങളും കൃത്യമായി വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് അർക്കാനു സ്വലാത്ത്. അർക്കാനു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിസ്കാരത്തിലെ ഫർള് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാത്ത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. നിർബന്ധമായും നിസ്കാരത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾക്കാണ് അർക്കാനു സ്വലാത്ത് എന്ന് പറയുന്നത്. ആകെ എത്ര റുക്കുനുകളാണുള്ളത്? 14 ഫർളുകൾ. ഈ അർക്കാനു സ്വലാത്ത് എന്നുള്ളതിന്റെ മറ്റു ഒരു പേര് നമുക്ക് നിസ്കാരത്തിന്റെ ഫർളുകൾ എന്നും വിളിക്കാം. 14 ഫർളുകളാണ് ആകെയുള്ളത്. ഒന്നാമത്തത് നീയത്തിന്റെ രൂപങ്ങളൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തത് നീയത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. മൂന്നാമത്തത് അൽ ഖിയാമു, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. നാലാമത്തത് ഫാത്തിഹ ഓതൽ. അഞ്ചാമത്തത് റുകൂഅ്. ആറാമത്തത് ഇഅ്തിദാല്. ഇനി നമുക്ക് ഈ 12ാമത്തെ പാഠം മുതൽ പഠിക്കാനുള്ളത് അർക്കാനു സ്വലാത്തിന്റെ തുടർച്ച തന്നെയാണ്. 7ാമത്തെ ഫർള്, നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർള് ഏതാണ്? 2 സുജൂദ് ചെയ്യൽ. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സുജൂദ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ അവയവങ്ങളിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് നിർബന്ധമായും നിലത്ത് വെക്കേണ്ടത്? വളരെ ശ്രദ്ധയോടുകൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. 2 കാൽമുട്ടുകൾ, അതുപോലെ 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള എന്നിവ നിലത്തു വെക്കലാണ് സുജൂദ്. 7 അവയവങ്ങൾ, 2 കാൽമുട്ടുകൾ എന്ന് പറയുമ്പോൾ 2ആയി, 2 മുൻകൈകളുടെ പള്ള എന്ന് പറയുമ്പോൾ 4ആയി, അതുപോലെ നെറ്റി 5, 2 കാൽ വിരലുകളുടെ പള്ള 7. ഇങ്ങനെ 7 അവയവങ്ങൾ നിർബന്ധമായും നിലത്ത് പതിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് സുജൂദ്. ഓരോ റക്അത്തിലും 2 സുജൂദ് ചെയ്യണം. സുജൂദിലേക്കുള്ള കുനിയൽ മറ്റ് ആവശ്യത്തിനല്ലാതിരിക്കുക, നെറ്റിയിൽ മറയില്ലാതിരിക്കുക. അപ്പൊ നമ്മൾ തൊപ്പിയൊക്കെ ധരിക്കുന്ന സമയത്ത് നെറ്റി മറയാത്ത രൂപത്തിലായിരിക്കണം ധരിക്കേണ്ടത്. നമ്മുടെ തലയിലുള്ള തൊപ്പി, ആ തൊപ്പിയുടെ മുകളിൽ നമ്മൾ സുജൂദ് ചെയ്താൽ നമ്മുടെ സുജൂദ് ശരിയാവുകയില്ല. അപ്പോൾ മറയില്ലാതിരിക്കണം. ഇനി തലയുടെ ഭാരം നിലത്ത് ഊന്നുക, തലയേക്കാൾ ചന്തി ഉയരുക, 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക എന്നിവ നിർബന്ധമാണ്. നിർബന്ധമായും സുജൂദ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളും കാലിന്റെ വിരലുകളുടെ പള്ളയൊന്നും കൃത്യമായി നിലത്ത് വെക്കാത്ത രൂപത്തിലുള്ള സുജൂദുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം സുജൂദുകൾ ഒരുപക്ഷെ സഹീഹാവുകയില്ല. അതുകൊണ്ട് നിർബന്ധമായും ഈ കാര്യങ്ങൾ, ഈ പറയപ്പെട്ട 7 അവയവങ്ങൾ കൃത്യമായും നിലത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. ഇനി സുജൂദിലെ ചില സുന്നത്തുകൾ. മൂക്ക് നിലത്ത് വെക്കുക, മുൻകൈ വിരലുകൾ നിവർത്തി ചുമലിന്റെ നേരെ ഖിബിലക്ക് മുന്നിടിച്ചു വെക്കുക, അതുപോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. ഇനി 8ാമത്തെ ഫർള് 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം. നമ്മൾ പറഞ്ഞു ഓരോ റക്അത്തിലും 2 സുജൂദുകളുണ്ട്. ഒരു സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇരിക്കണം. അതാണ് 8ാമത്തെ ഫർള്. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എങ്ങനെയാണത്? ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാൽ നാട്ടി വെക്കുകയും ചെയ്യണം. ഇതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയപ്പെടും. അവസാനത്തെ അത്തഹിയാത്തിൽ ഒഴികെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് വേണ്ടത്. നമ്മൾ നിസ്കാരത്തിൽ 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കും, അതുപോലെ 1ാമത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും. ഈ ഇരുത്തത്തിലൊക്കെ നമ്മൾ ഇരിക്കേണ്ടുന്ന രൂപം ഏതാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാൽ നാട്ടി വെക്കുകയും ചെയ്യണം. ഇതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇനി അവസാനത്തെ റക്അത്തിൽ നമ്മൾ സലാം വീട്ടാൻ വേണ്ടിയിരിക്കുന്ന അത്തഹിയാത്ത് ഉണ്ടല്ലോ, ആ അത്തഹിയാത്തിലുള്ള ഇരുത്തം ഏതാണ്? തവറുക്കിന്റെ ഇരുത്തമാണ്. അത് അവസാനത്തെ റക്അത്തിൽ മാത്രമാണ്.
ഇനി വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവക്കലും റബ്ബി ഉഫ്റിലി വർഹംനി വജുബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലലും സുന്നത്താണ്. നിസ്കാരത്തിന്റെ ഈ ദിക്റുകളൊക്കെ 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്നതാണ്. അതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 9ാമത്തത് തുമഇനീനത്ത്. എന്താണ് തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങലാണ്. അനക്കമടങ്ങലാണ് തുമഇനീനത്ത്. എവിടെയെല്ലാമാണ് നമ്മൾ അനക്കമടങ്ങേണ്ടത്? റുകൂഅ്, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം എന്നിവയിൽ ചലനമടങ്ങൽ ഫർളാണ്. തുമഇനീനത്തില്ലാത്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റുക്കോയിൽ പോയി നമ്മൾ സുന്നത്തായ 3 തവണ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവിടെ അനക്കം കിട്ടും. ഇനി ഒരാള് ജസ്റ്റ് റുക്കോയിലേക്ക് പോയി ഉടനെ തന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്നാലോ അവിടെ ഒരു അനക്കം കിട്ടുന്നില്ല. അങ്ങനത്തെ നിസ്കാരം സഹീഹാവുകയില്ല. കാരണം അവിടെ തുമഇനീനത്ത് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഈ ഓരോ സ്ഥലത്തും ചെല്ലാനുള്ള ദിക്റുകൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ അനക്കം കിട്ടും, പ്രശ്നമില്ല. ചെല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ തുമഇനീനത്ത് നമുക്ക് നഷ്ടപ്പെടും. ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു നമ്മൾ ചെല്ലുമ്പോൾ അനക്കം കിട്ടും. അതുപോലെ സുജൂദുകളിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് അനക്കം കിട്ടും. ഇടയിലിരുത്തത്തിൽ റബ്ബി ഉഫ്റിലി വർഹംനി എന്നുള്ള ദിക്ർ ചൊല്ലുമ്പോൾ അനക്കം കിട്ടും. ഈ ദിക്റുകളൊന്നും ചെല്ലാതെ വെരി ഫാസ്റ്റ് ആയിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ തുമഇനീനത്ത് കിട്ടിക്കോളണം എന്നില്ല. അതുകൊണ്ട് തുമഇനീനത്ത് നിർബന്ധമാണ്, നിസ്കാരത്തിന്റെ ഒരു ഫർളാണ്. ഉത്തരം എഴുതുക. ഇഫ്തിറാഷിന്റെ ഇരുത്തം വേണ്ടത് എവിടെയെല്ലാം? നമ്മൾ പറഞ്ഞു 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും അതുപോലെ 1ാമത്തെ തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തത്തിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് വേണ്ടത്. ഇടയിലെ ഇരുത്തത്തിൽ കൈ എവിടെ എങ്ങനെ വെക്കണം? ഇടയിലെ ഇരുത്തത്തിൽ കൈ എവിടെ എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവക്കലും റബ്ബി ഉഫ്റിലി വർഹംനി എന്നുള്ള ദിക്ർ ചൊല്ലലും. അപ്പോൾ വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവക്കണം. ഇനി അടുത്തത് തുമഇനീനത്ത് വേണ്ടത് എവിടെയെല്ലാം? റുകൂഇല്, ഇഅ്തിദാലില്, 2 സുജൂദുകളില്, അതുപോലെ ഇടയിലെ ഇരുത്തം, ഇവിടെയെല്ലാം തുമഇനീനത്ത് നിർബന്ധമാണ്. ഇനി ചെയ്തു പരിശീലിക്കാം. ഇഫ്തിറാഷിന്റെ ഇരുത്തം വിദ്യാർത്ഥികൾ ഇരുന്ന് ശീലിക്കണം. ഉസ്താദുമാർ അത് കാണിച്ചു തന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർത്തിയാക്കാം. റബ്ബി ഉഫ്റിലി വർഹംനി വജുബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. തൊട്ട് കാണിക്കാം. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞു 7 അവയവങ്ങൾ നിർബന്ധമായും സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളാണ്. ഇനി 13ാമത്തെ പാഠം അർക്കാനു സ്വലാത്തിന്റെ തന്നെ തുടർച്ചയാണ്. 10ാമത്തെ റുക്ന് ഏതാണ്? അവസാനത്തെ അത്തഹിയാത്ത്. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫർളാണ്. അതിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണം, ശബ്ദുകൾ എന്നിവ സൂക്ഷിച്ചു ഓതേണ്ടതാണ്. 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സലാത്തും ശക്തിയായ സുന്നത്താണ്. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്താണ് ഫറള് നിർബന്ധമായി വരുന്നത്. ആ അവസാനത്തെ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് നമ്മൾ അതിലുള്ള അക്ഷരങ്ങൾ അതുപോലെ മഖ്റജുകൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കണം. കാരണം അത് ഫറളാണ്. ഏതെങ്കിലും അക്ഷരങ്ങൾ തെറ്റായി ഉച്ചരിക്കുകയോ മറ്റോ സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരത്തിന് അത് പ്രശ്നം വരുത്തും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അതിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ അതുപോലെ ശബ്ദുകൾ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ അത്തഹിയാത്ത് ഓതേണ്ടത്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങൾ, ഇതുപോലെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇതെല്ലാം 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരമാണ്. അങ്ങനെ 2 റക്അത്തുള്ള കൂടുതലുള്ള നിസ്കാരങ്ങളിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ശക്തിയായ സുന്നത്താണ്. നമ്മൾ 1ാമത്തെ അത്തഹിയാത്ത് എന്ന് പറയാറുണ്ടല്ലോ. 2 റക്അത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരിക്കും, എന്നിട്ട് ഒരു അത്തഹിയാത്തും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തും ചൊല്ലിയിട്ടാണ് പിന്നെ 3ാമത്തെ റക്അത്തിലേക്ക് എണീക്കുക. അത് വളരെ ശക്തിയായ സുന്നത്താണ്. അത് ഫർളല്ല, പക്ഷേ ശക്തിയായ സുന്നത്താണ്. ഇനി 11ാമത്തെ ഫർള് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത്തഹിയാത്തൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്താണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നതാണ് സ്വലാത്തിന്റെ നിർബന്ധമായ വചനം.
ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലിലും സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇബ്രാഹിമിയ സലാത്താണ് ഉത്തമം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണല്ലോ ഇബ്രാഹിമിയ സലാത്ത്. ഈ ഇബ്രാഹിമിയ സലാത്താണ് അവിടെ ഉത്തമം. ഇനി 12ാമത്തെ റുക്ന് അവസാനത്തെ തഹിയാത്ത്, സലാത്ത്, സലാം എന്നിവക്ക് വേണ്ടി ഇരിക്കൽ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, സഹുവിന്റെ സുജൂദ് ഇല്ലാത്തവൻ വലതുകാൽ നാട്ടി അതിന്റെ കീഴിൽ കൂടി ഇടതുകാൽ പുറപ്പെടുവിച്ച് ചന്തി ഭൂമിയിൽ ഊന്നിയിരിക്കണം. ഇതിന് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരത്തിൽ 2 തരം ഇരുത്തമാണുള്ളത്. ഒന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം, മറ്റൊന്ന് തവറുക്കിന്റെ ഇരുത്തം. ഈ തവറുക്കിന്റെ ഇരുത്തമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ചന്തി നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തമാണ് തവറുക്കിന്റെ ഇരുത്തം. ഇത് അവസാനത്തെ തഹിയാത്തിൽ മാത്രമാണ് ഇരിക്കാനുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, സഹുവിന്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്തതിനു ശേഷം തവറുക്കിന്റെ ഇരുത്തം വരുന്നതിന് ശേഷം നമുക്ക് സലാം വീട്ടാവുന്നതാണ്. ഇനി സുന്നത്തുകൾ. അവസാനത്തെ തഹിയാത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകൾ എന്തെല്ലാമാണ്? കൈകൾ കാൽ മുട്ടോടടുത്ത് തുടയിൽ വെക്കുക. 2, വലതു കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിന്റെ മുരടിൽ തള്ളവിരൽ വെക്കുക. മറ്റു വിരലുകൾ മടക്കി വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമല്ലോ തഹിയാത്തിൽ. ആ ഇല്ലല്ലാഹ് എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. വിരൽ ഉയർത്തിയതു മുതൽ നോട്ടം വിരലിലേക്കാവുക. അല്ലാത്ത സമയത്തൊക്കെ നിസ്കാരത്തിൽ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചൂണ്ടുവിരൽ ഉയർത്തും. എന്നിട്ട് പിന്നെ നോട്ടം അതിലേക്കാണ് നോക്കേണ്ടത്. വിരൽ ഉയർത്തിയതു മുതൽ നോട്ടം വിരലിലേക്കാവുക. സലാം വീട്ടുന്നത് വരെ വിരൽ ഉയർത്തി തന്നെ വെക്കുക. ഇനി 13ാമത്തെ ഫർള്, 1-ാം സലാം വീട്ടൽ. അത്തഹിയാത്തിനും സലാത്തിനും ദുആഇനും ശേഷമാണ് സലാം വീട്ടേണ്ടത്. ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഫർള്. 2ാമത്തേത് സുന്നത്താണ്. അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിന്റെ വചനം. ഈ സലാം വീട്ടുമ്പോൾ പാലിക്കേണ്ടുന്ന ചില സുന്നത്തുകൾ എന്തെല്ലാമാണ്? സലാമിൽ വറഹ്മത്തുള്ള എന്നുകൂടെ പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് തന്നെ സലാം വീട്ടുക. 1-ാം സലാമിൽ വലതു ഭാഗത്തേക്കും 2ാമത്തേതിൽ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കുക. ഇനി അവസാനത്തത് 14ാമത്തെ ഫർള്, വഴിക്കു വഴിയായി ചെയ്യൽ. നിസ്കാരത്തിന്റെ എല്ലാ ഫർളുകളും മേൽ പറഞ്ഞ ക്രമപ്രകാരം ചെയ്യൽ. ഇതാണ് നിസ്കാരത്തിന്റെ 14 ഫർളുകൾ. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചു പാഠങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തത് നിസ്കാരത്തിന്റെ 14 ഫർളുകളാണ്. ഈ 14 ഫർളുകൾ ക്രമമായി തന്നെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടെയാണ് നിസ്കാരത്തിന്റെ ഫർളുകൾ. ഉത്തരം പറയാം. അവസാനത്തെ അത്തഹിയാത്തിൽ സൂക്ഷിക്കേണ്ടത് എന്തെല്ലാമാണ്? നമ്മൾ പറഞ്ഞു, അവസാനത്തെ തഹിയാത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്? തവറുക്കിന്റെ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതുപോലെ കൈകൾ കാൽമുട്ടോടടുത്ത് തുടയിൽ വെക്കുക. വലത് കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിന്റെ മുരടിൽ തള്ളവിരൽ വെക്കുക. മറ്റു വിരലുകൾ മടക്കി വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. വിരൽ ഉയർത്തിയതു മുതൽ നോട്ടം വിരലിലേക്കാവുക. സലാം വീട്ടുന്നത് വരെ വിരൽ ഉയർത്തി തന്നെ വെക്കുക. ഈ കാര്യങ്ങളെല്ലാം അവസാനത്തെ തഹിയാത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. സലാം വീട്ടുമ്പോഴുള്ള സുന്നത്തുകൾ എന്തെല്ലാമാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സലാമിൽ വറഹ്മത്തുള്ള എന്നുകൂടെ പറയണം. അതുപോലെ 1-ാം സലാമിൽ മുഖം വലതു ഭാഗത്തേക്കും 2-ാം സലാമിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കൽ സുന്നത്താണ്. ഇനി 3-ാമത്തത് സലാത്തിന്റെ ഫർളായ വചനം ഏതാണ്? നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ 11-ാമത്തെ ഫർള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സലാത്ത് ചൊല്ലലാണ്. അതിലെ ഫർളായ നിർബന്ധമായ വചനം ഏതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്നാണ് നിർബന്ധമായ വചനം. ഇനി ഓർമ്മിക്കാം, ഇവിടെ തഹിയാത്ത് തന്നിട്ടുണ്ട്, ഇബ്രാഹിമിയ സലാത്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാം വിദ്യാർത്ഥികൾ നേരത്തെ 2-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവരാണ്. എങ്കിലും ഇതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്രയുമാണ് അത്തഹിയാത്ത്.
അപ്പോൾ ഈ അത്തഹിയാത്താണ് അവസാന അത്തഹിയാത്ത് നമ്മൾ എന്ന് പറഞ്ഞല്ലോ. അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധമായും നമ്മൾ ചൊല്ലേണ്ട അത്തഹിയാത്ത് ഇതാണ്. ഇനി ഇതിന് ശേഷമാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. ഇനി വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിയ സലാത്താണ് ഉത്തമം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നിർബന്ധമാണ്. ശേഷം കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ അത് സുന്നത്താണ്. അത് ഇബ്രാഹിമിയ സലാത്താണ് ഉത്തമം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഇബ്രാഹിമിയ സലാത്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി പാഠം 14 നിസ്കാര ശേഷം. ഇപ്പോൾ നമ്മൾ 14 ഫർളുകൾ പഠിച്ചു. ആ രൂപത്തിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇനി നിസ്കാര ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്? നിസ്കാര ശേഷം ദിക്റുകളും ദുആഉം സുന്നത്തുണ്ട്. സലാം വീട്ടിയ ഉടനെ ഇവ ചൊല്ലുക. സലാം വീട്ടിയ ഉടനെ നമ്മൾ എണീറ്റ് ഓടല്ല വേണ്ടത്. പിന്നെയോ കുറച്ച് ദിക്റുകളും ദുആയും ഒക്കെ അവിടെ ചെയ്യാനുണ്ട്. കാരണം നിസ്കാര ശേഷമുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ സലാം വീട്ടിയ ഉടനെ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. പിന്നെ താഴെ പറയുന്ന ദിക്റുകൾ അൽ ഖദീം അൽ കരീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ വഅതൂബു ഇലൈഹി അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഇത് ചൊല്ലിയതിനു ശേഷം ആയത്തുൽ കുർസി 1 തവണ ഓതണം. ആയത്തുൽ കുർസി വിദ്യാർത്ഥികൾക്ക് അറിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങി ആ ആയത്ത്, അതിനാണ് ആയത്തുൽ കുർസി എന്ന് പറയുക. നേരത്തെ പറഞ്ഞ ദിക്റിന് ശേഷം ആയത്തുൽ കുർസി 1 തവണ ഓതുക. അതിനുശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് ചൊല്ലിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 1 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുക. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സുബ്ഹിയിലും മഗ്രിബിലും ഈ 2 നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതേ ഇരുത്തത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണയും അല്ലാഹുമ്മ അജിർനി മിനൻ നാർ എന്ന് 7 തവണയും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. സുബ്ഹിയിലും അതുപോലെ മഗ്രിബിലും നമ്മൾ സലാം വീട്ടിയിട്ട് അതേ ഇരുത്തത്തിൽ തന്നെയാണ് 10ഉം 7ഉം തവണ ഈ ദിക്റുകൾ ചൊല്ലേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറയപ്പെട്ട അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ ചൊല്ലി നേരത്തെ പറയപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ ദിക്റുകളും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം. മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. ഇനി നിസ്കാര ശേഷം ദുആ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആഇന് പ്രത്യേകം ഇജാബത്തുണ്ട്. ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ദുആ എങ്കിലും നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ദുആ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഖതായ كلها اللهم أنعشني واجبرني واهدني لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفني مسلما وألحقني بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لي ولوالدي رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله റബ്ബിൽ ആലമീൻ. അപ്പോൾ അറബിയിലുള്ള ഈ ഒരു ചെറിയ ദുആ എങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കുക.
ഇനി ഉത്തരം പറയാം. സുബ്ഹ് മഗ്രിബ് എന്നീ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെ അതേ ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നുള്ളത് 7 തവണയും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. എല്ലാ നിസ്കാര ശേഷവും 3 തവണ ചൊല്ലേണ്ടത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. 33 തവണ ചൊല്ലേണ്ട ദിക്റുകൾ ഏതെല്ലാമാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് 3ഉം 33 വീതമാണ് ചൊല്ലേണ്ടത്. ഇനി ഇവിടെ പൂരിപ്പിക്കാം. അൽ ഖദീം അൽ കരീം, അതുപോലെ അല്ലാഹുമ്മ അൻത സലാം ഡാഷ്, അല്ലാഹുമ്മ ലാ മാനിഅ ഡാഷ്, അല്ലാഹുമ്മ അഇന്നി ഡാഷ്. ഇത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ നിസ്കാര ശേഷം ചൊല്ലാനുള്ള വിശാലമായ ദിക്ർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി ഇവിടെ പൂർത്തിയാക്കാം. നമ്മൾ അവസാനം പറഞ്ഞ ദുആഇന്റെ ഒരു ഫുള്ള് ഇവിടെ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഇനി പാഠം 15 സ്വലാത്തുൻ നഫിൽ, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരവും സുന്നത്തുകളിൽ സുന്നത്ത് നിസ്കാരവുമാണ്. സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഈ സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? സുന്നത്ത് നിസ്കാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? അത് നിസ്കാരമാണ്. അപ്പോൾ ഫർളായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരവും സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരവുമാണ്. ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളായ റവാത്തിബ് 22 റക്അത്തുകളാണ് ആകെയുള്ളത്. ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ പല രൂപത്തിലുള്ള നിസ്കാരങ്ങളുണ്ട്, പല പേരിലുള്ള നിസ്കാരങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് റവാത്തിബ് നിസ്കാരത്തെ കുറിച്ചാണ്. എന്താണ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ? ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുന്നത്. ആ റവാത്തിബ് നിസ്കാരം ആകെ എത്ര റക്അത്താണ്? 22 റക്അത്താണ്. 22 റക്അത്താണ് റവാത്തിബ് നിസ്കാരം ആകെയുള്ളത്. അതിന്റെ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. ളുഹറിന് മുമ്പ് 4, ശേഷം 4, 8ആയി. അസറിന് മുമ്പ് 4, 12ആയി. മഗ്രിബിന് ശേഷം 2, മുമ്പ് 2, അപ്പോൾ 16ആയി. ഇനി ഇശാഇന് മുമ്പ് 2, ശേഷം 2, 20ആയി. സുബഹിക്ക് മുമ്പ് 2, അങ്ങനെ ആകെ 22 റക്അത്തുകളാണ് റവാത്തിബ് നിസ്കാരം. ഈ 22ൽ നിന്ന് വളരെ മുഅക്കദായ ശക്തമായ സുന്നത്തുള്ളത് ഏതൊക്കെയാണ്? ളുഹറിന് മുമ്പ് 2, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. അപ്പോൾ ആ 22ഉം നമുക്ക് കഴിയില്ലെങ്കിലും ഈ ഒരു 10 റക്അത്തെങ്കിലും മുഅക്കദായ ശക്തമായ സുന്നത്തുള്ള ഈ 10 റക്അത്തെങ്കിലും നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ടതുണ്ട്. ഫർള് നിസ്കാരങ്ങളിൽ വല്ല പോരായ്മകളോ അപാകതകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരം, ഈ റവാത്തിബ് നിസ്കാരത്തിൽ നിന്നെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ പരിഹരിക്കും. അതുകൊണ്ട് ഈ റവാത്തിബ് നിസ്കാരം നിർബന്ധമായും നമ്മൾ നിസ്കരിക്കുക. ഇനി മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. എപ്പോഴാണ് അതിന്റെ സമയം? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജർ വരെയാണ് വിത്റിന്റെ സമയം. വിത്ർ നിസ്കാരം ചുരുങ്ങിയത് 1 റക്അത്താണ്, കൂടിയത് 11 റക്അത്താണ്, പരിപൂർണതയിൽ കുറഞ്ഞത് 3 റക്അത്തുകൾ. അപ്പൊ ഒരു 3 റക്അത്തെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും നമ്മൾ വിത്ർ നിസ്കാരം നിർവഹിക്കണം. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. വിത്റിന്റെ അവസാന 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നുള്ള സൂറത്ത്, രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്, മൂന്നാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലയും, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇനി മറ്റു പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ, 2 പെരുന്നാൾ നിസ്കാരം, അതുപോലെ തറാവീഹ്, ഗ്രഹണ നിസ്കാരങ്ങൾ, ളുഹ, തഹജ്ജുദ്, തഹിയ്യത്ത്, ഇതെല്ലാം വ്യത്യസ്ത സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ എല്ലാം വിശദീകരണങ്ങൾ 5ാം ക്ലാസ്സിൽ നമ്മൾ ഓരോ പാഠങ്ങളായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഈ സുന്നത്ത് നിസ്കാരങ്ങളെ പേരുകൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓർമ്മിച്ചു വെക്കുക. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. എന്താണ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ? ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുക. അതുപോലെ വിത്ർ നിസ്കാരവും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഉത്തരം പറയാം. ഫർള് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠം? ഫർള് നിസ്കാരം. റവാത്തിബ് നിസ്കാരം എന്താണ്? എത്ര റക്അത്താണ്? നമ്മൾ പറഞ്ഞു ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരത്തിനാണ് റവാത്തിബ് എന്ന് പറയുക. ആകെ 22 റക്അത്തുകളാണ്.
വിത്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വിത്ർ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് വിത്ർ നിസ്കാരത്തിന്റെ സമയം. ഇനി എണ്ണം പറയാം. ശക്തമായ സുന്നത്തുള്ള റവാത്തിബ് നിസ്കാരം എത്ര റക്അത്താണ്? 10 റക്അത്താണ്. വിത്ർ നിസ്കാരം കുറഞ്ഞത്, കൂടിയത്, പൂർണ്ണതയിൽ കുറഞ്ഞത് നമ്മൾ പറഞ്ഞു. ചുരുങ്ങിയത് 1 റക്അത്ത്, കൂടിയത് 11 റക്അത്ത്, പരിപൂർണതയിൽ കുറഞ്ഞത് 3 റക്അത്തുകൾ. ഇനി ക്രമ നമ്പറിടാം. ഇവിടെ നിസ്കാരത്തിന്റെ 14 ഫർളുകൾ തെറ്റിയിട്ട്, നമ്പർ തെറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യോജിച്ച രൂപത്തിൽ ഇവിടെ നമ്പർ ഇടുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ആ നിസ്കാരത്തിന്റെ 14 ഫർളുകളും നോക്കിയിട്ട് ഇവിടെ 1, 2, 3 എന്ന് കൃത്യമായ നമ്പറിംഗ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി 16ാമത്തെ പാഠം സലാത്തുൽ ജമാഅ. ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ് 16ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് പ്രയർ, അദാ ആയ 5 വഖത്ത് നിസ്കാരം സംഘടിതമായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. അപ്പോ സംഘടിതമായ നിസ്കാരത്തിനാണ്, കൂട്ടമായി നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് എന്ന് പറയുക. അത് പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. എല്ലാ 5 വഖത്ത് നിസ്കാരങ്ങളിലും ഈ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ അത് പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠതയാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്? അതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം കിട്ടും ഒരാളെയും കൂട്ടി നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ. ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയ ജമാഅത്തായി. ആളുകൾ കൂടുതലുള്ള ജമാഅത്തിനാണ് കൂടുതൽ പുണ്യമുള്ളത്. കുറെ ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്ത് ആണെങ്കിൽ അതിന് പ്രതിഫലം കൂടും. ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? ഒരു ഇമാമും ഒരു മഅ്മൂമും. ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടെങ്കിൽ തന്നെ ജമാഅത്തായി. ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിന്റെ സലാമിന് അല്പം മുമ്പെങ്കിലും തുടരണം. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? വൈകി തുടർന്നവൻ. റക്അത്ത് ലഭിക്കാൻ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുകൂ കിട്ടിയെന്ന് ഉറപ്പാക്കണം. ജമാഅത്ത് എപ്പോഴാ ലഭിക്കുക? ഉദാഹരണം, ളുഹ്റിന്റെ ജമാഅത്ത് നടക്കാണ്. ഇമാമ് അവസാനത്തെ റക്അത്തിലാണ്. അവസാനത്തെ റക്അത്തിൽ സലാം വീട്ടാനായിട്ടുണ്ട്, കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അങ്ങനെ അയാൾ വന്നിട്ട് വേഗം എന്ത് ചെയ്തു? നിയത്തെല്ലാം വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം എല്ലാം ചെയ്ത് വേഗം ഇമാമിന്റെ കൂടെ ഇരുന്നു. അവസാനത്തെ തഹിയ്യാത്തിൽ ഇമാം എവിടെയാണോ ഉള്ളത് അവിടെ കൂടുക എന്നുള്ളതാണ് ജമാഅത്തിന്റെ ശൈലി. അങ്ങനെ ഇമാമിന്റെ കൂടെ ഇരുന്നു. അങ്ങനെ ഇമാം സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പ് ഇയാൾ പങ്കെടുത്തല്ലോ. അങ്ങനെ പങ്കെടുത്താലും ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും. ഇനി ഈ വൈകി വരുന്ന ആൾക്ക് ഒരു റക്അത്ത് കിട്ടിയോ ഇല്ലയോ എന്നെങ്ങനെയാണ് പരിഗണിക്കുക? മസ്ബൂക്ക് അതിനാണ് വൈകി വന്ന ആൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയാ. ആ മസ്ബൂക്ക് റക്അത്ത് ലഭിക്കാൻ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുകൂ കിട്ടിയെന്ന് ഉറപ്പാക്കണം. അപ്പോൾ ഒരാൾ വരികയാണ്, ഒരാൾ കുറച്ച് വൈകിട്ടാണ് വരുന്നത്. ഇമാം എവിടെയാണുള്ളത്? റുകൂയിലാണുള്ളത്. അങ്ങനെ ഇയാൾ പെട്ടെന്ന് നിയത്തെല്ലാം വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് വേഗം റുകൂയിലേക്ക് പോയി. അങ്ങനെ റുകൂയിൽ ഇമാമിന്റെ കൂടെ ഒരല്പം അനക്കം അടങ്ങി. നമ്മൾ നേരത്തെ തുമൈനീനത്തിന്റെ ഒരു ഖദർ പറഞ്ഞിരുന്നല്ലോ. ആ തുമൈനീനത്തിന്റെ രൂപത്തിൽ ഇമാമിനോടൊപ്പം അല്പം അങ്ങനെ കുനിഞ്ഞു നിൽക്കാനുള്ള ഒരു സമയം കിട്ടി എങ്കിൽ അയാൾക്ക് ആ ഒരു റക്അത്ത് ലഭിച്ചു. അങ്ങനെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് നഷ്ടപ്പെട്ടു. തുടരൽ കറാഹത്തുള്ള ചിലർ, പുത്തൻവാദികൾ, പരിശുദ്ധമായ ഇസ്ലാമിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന പുത്തൻവാദികൾ, അവരെ തുടരൽ കറാഹത്താണ്. അതുപോലെ ഫാസിഖ് എന്ന് പറഞ്ഞാല് ദോഷങ്ങൾ ചെയ്ത് നടക്കുന്നവൻ, ദുർനടപ്പുകാരൻ, അവനെയും നമ്മൾ തുടരൽ അത് കറാഹത്താണ്. ഇനി ജമാഅത്ത് സഹീഹാവാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇമാമിനോട് തുടർന്നു എന്ന് കരുതൽ. നമ്മൾ നിയത്തിൽ മഅൽ ഇമാമി എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഇമാമിനോട് തുടരുന്നു എന്ന് കരുതൽ ജമാഅത്ത് സഹീഹാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ്. അതുപോലെ മഅ്മൂമി ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കൽ. ഇമാമാണ് മുന്നിൽ നിൽക്കേണ്ടത്, മഅ്മൂമ് പിറകിലാണ് നിൽക്കേണ്ടത്. ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാൻ പാടില്ല മഅ്മൂമ്. അതുപോലെ ഇമാമിന്റെ നീക്കങ്ങൾ മഅ്മൂമ് അറിയൽ. അതുകൊണ്ട് തന്നെ ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അപ്പോഴേ ഇമാമിന്റെ നീക്കങ്ങളൊക്കെ മഅ്മൂമ് അറിയുകയുള്ളൂ. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. ഫിഅലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ.
ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ഈ ജമാഅത്ത് സഹീഹാവാനുള്ള ഷർത്തുകളാണ് നമ്മൾ പറയുന്നത്. ഫിഅലിയായ 2 പൂർണ്ണ ഫർളുകൾ കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം, ജമാഅത്ത് സഹീഹാവാനുള്ള ഷർത്തുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ജമാഅത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇമാമിനെ ഓവർടേക്ക് ചെയ്യാതെ ഇമാമിന്റെ കൂടെ, ഉദാഹരണം ഇമാം റുക്കോയിൽ പോയാൽ മഅ്മൂം റുക്കോയിലേക്ക് പോവുക, ഇമാമിന്റെ മുമ്പ് പോവാൻ പാടില്ല. അപ്പോൾ ഇമാമിന്റെ കൂടെ ഇങ്ങനെ പോവുക എന്നുള്ളതാണ് ജമാഅത്തിന്റെ സ്വഭാവം. എന്നാൽ ഇമാമ് ഫാത്തിഹ ഓതി റുക്കോവും കഴിഞ്ഞ് എഴുത്തുദാലൊക്കെ കഴിഞ്ഞ് സുജൂദിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴും ഈ മഅ്മൂം കൂടെ പോവാതെ മനഃപൂർവ്വം എന്ത് ചെയ്യുക, ലേറ്റ് ആവുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഫിഅലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ. അപ്പൊ ഇമാമ് റുകൂഉം അതുപോലെ ഇത്ദാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മഅ്മൂം എവിടെ തന്നെ ഉള്ളത്? ഫാത്തിഹയിൽ തന്നെ അല്ലെങ്കിൽ ഖിയാമിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇമാമിനേക്കാൾ 2 ഫേലിയായ റുക്കിന് പിന്തിയല്ലോ. അങ്ങനെ മനഃപൂർവ്വം ചെയ്താൽ ആ ജമാഅത്ത് തുടരൽ പിന്നെ സഹീഹാവുകയില്ല. ഇനി ഫിഅലിയായ പൂർണ്ണമായ 2 ഫർള് കൊണ്ട് അറിഞ്ഞും മനഃപൂർവമായും ഇമാമിനേക്കാൾ മുൻകടക്കാതിരിക്കൽ. ഇമാമ് ചെയ്യുന്നതിന് മുമ്പേ മഅ്മൂമ് ചെയ്യാം. ഇമാമ് ഫാത്തിഹോദാണ്, പക്ഷെ മഅ്മൂമ് ഫാത്തിഹ കോതിയിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റുകൂഉം അതുപോലെ ഇത്ദാലൊക്കെ ഇമാമിനേക്കാൾ ഓവർടേക്ക് ആയിട്ട് ചെയ്യാം. ഇമാമ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യാം? മഅ്മൂമ് ചെയ്യാം. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത്, കാരണമുണ്ടായാലും ഫിഅലിയായ 3-ലധികം ദീർഘ ഫർളുകൾ കൊണ്ട് ഇമാമിനേക്കാൾ പിന്താതിരിക്കൽ. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ഫിഅലിയായ ഫർളുകളെക്കാൾ ഇമാമിനെ തൊട്ട് പിന്താൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമ് വളരെ പെട്ടെന്ന് ഓതുന്ന ഒരാളാണ്, പക്ഷെ നമുക്ക് ഫാത്തിഹ ഓതാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇമാമ് പെട്ടെന്ന് ഓതി റുക്കുയിലേക്ക് പോയി ഇത്ദാലിലേക്ക് എത്തി, അപ്പോൾ നമ്മൾ ഫാത്തിഹയിലാണ്, ഉദാഹരണം പറയാം. അപ്പൊ ഇമാമ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓതി, അതുകൊണ്ട് നമുക്ക് ഓതാൻ പറ്റുന്നില്ല, അതിനുള്ളൊരു സമയം കിട്ടിയില്ല എന്നുള്ളതൊരു കാരണമാണ്. അങ്ങനെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്താൻ പറ്റും. എന്നാൽ കാരണമുണ്ടായാലും ഫിഅലിയായ 3-ലധികം ദീർഘ ഫർളുകൾ കൊണ്ട് ഇമാമിനേക്കാൾ പിന്താൻ പാടില്ല. കാരണമുണ്ടെങ്കിലും ഇമാമിനേക്കാൾ 3-ലധികം ഫിഅലിയായ ഫർളുകളെക്കാൾ മഅ്മൂം പിന്താൻ പാടില്ല. അങ്ങനെ പിന്തുകയാണെങ്കിൽ ആ ജമാഅത്ത് സഹീഹാവാതെ പോവും. അതുപോലെ സഹവിന്റെയോ തിലാവത്തിന്റെയോ സുജൂദ്, 1-ാം തഹിയ്യാത്ത് മുതലായവയിൽ ഇമാമിനോട് എതിരാകാതിരിക്കൽ. സഹവിന്റെ സുജൂദ് ഏതെങ്കിലും കാര്യങ്ങൾ ഇമാമ് മറന്നിട്ടുണ്ടെങ്കിൽ, അബാദ് സുന്നത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഇമാമ് മറന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സുജൂദ് ചെയ്യും, സഹവിന്റെ സുജൂദ് ചെയ്യും. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ മഅ്മൂമും ഇമാമിന്റെ കൂടെ സഹവിന്റെ സുജൂദ് ചെയ്യണം. അതുപോലെ നിസ്കാരത്തിൽ സജദയുടെ ആയത്തുകൾ ഇമാം ഓതുകയാണെങ്കിൽ അങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ മഅ്മൂമും സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ 1-ാമത്തെ തഹിയ്യാത്ത്, ഇതിലൊക്കെ ഇമാമിന്റെ കൂടെ മഅ്മൂമും തുടരേണ്ടതുണ്ട്. ഇമാം എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മഅ്മൂമും ചെയ്യേണ്ടത്. അതാണ് ജമാഅത്തിന്റെ സ്വഭാവം. അല്ലാതെ ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യുന്നു, മഅ്മൂം എനിക്കൊന്നും മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യാതിരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ജമാഅത്ത് അവിടെ ബാത്തിലാകും. അതുകൊണ്ട് ഇമാം എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മഅ്മൂമും ചെയ്യേണ്ടത്. ഇനി തുടർച്ച സഹീഹാകാത്തവർ ആരൊക്കെയാണ്? തന്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലായവർ. ഒരാള് വിശ്വസിക്കാൻ എന്ത് ആ ഇമാമിന്റെ നിസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്? ബാത്തിലായിട്ടുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അയാളെ തുടരാൻ പാടില്ല. അതുപോലെ മറ്റൊരാളോട് തുടരുന്നവൻ, ഓൾറെഡി ഒരു ജമാഅത്ത് നടക്കാണ്, അപ്പോ ബാക്കിലുള്ള ഒരു മഅ്മൂമിനെ വേറൊരാൾ വന്നിട്ട് തുടരാൻ പറ്റൂല. ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഓൾറെഡി ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് അതിൽ തുടരുന്ന ഒരു മഅ്മൂമിനെ വേറൊരാൾ വന്നിട്ട് തുടരാൻ പാടില്ല. അതുപോലെ ഓതാൻ അറിയാത്തവൻ, മഅ്മൂമും അവനെ പോലെയാണെങ്കിൽ തുടരാം. ഇമാമ് ഓതാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ തുടരേണ്ടതില്ല. ഇനി ഈ വരുന്ന ആളും ഇയാളത്ര ഓതാൻ അറിയാത്ത ആളാണെങ്കിൽ തുടരാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഉത്തരം പറയാം. ജമാഅത്ത് നിസ്കാരത്തിന്റെ വിധി എന്താണ്? ശക്തമായ സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ്? 27 ഇരട്ടി പ്രതിഫലം. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? ഒരു ഇമാമും ഒരു മഅ്മൂമും വേണം. തുടരൽ കറാഹത്തുള്ളവർ ആരാണ്? നമ്മൾ പറഞ്ഞു, പുത്തൻവാദികൾ, അതുപോലെ ഫാസിഖ്, ഇവരെയൊക്കെ തുടരൽ കറാഹത്താണ്. ഇനി ചിലരോടുള്ള തുടർച്ച സഹീഹാവുകയില്ല. അവർ ആരാണ്? അവസാനം നമ്മൾ പറഞ്ഞു, തന്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലായവർ, മറ്റൊരാളോട് തുടരുന്നവർ, അതുപോലെ ഓതാൻ അറിയാത്തവർ, ഇവരോടൊക്കെ തുടരുകയാണെങ്കിൽ അത് സഹീഹാവുകയില്ല.
ഇനി ജമാഅത്ത് സഹീഹാകാനുള്ള 5 ഷർത്തുകൾ ഏതൊക്കെയാണ്? ജമാഅത്ത് സഹീഹാകാനുള്ള 5 ഷർത്തുകൾ ഇവിടെ നമ്മൾ കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കുക. ഇമാമിനോട് തുടരുന്നു എന്ന് കരുതണം. മഅ്മൂമ് ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കണം. ഇമാമിന്റെ നീക്കങ്ങൾ മഅ്മൂമ് അറിയണം. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ, ഫീലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ, അങ്ങനെ തുടങ്ങി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ജമാഅത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണം? ഇമാമ് സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പെങ്കിലും അതിൽ പങ്കെടുക്കണം. അപ്പോഴാണ് ജമാഅത്ത് ലഭിക്കുകയുള്ളൂ. മസ്ബൂക്കിന് ആ റക്അത്ത് ലഭിക്കാൻ എന്ത് വേണം? ഇമാമിന്റെ കൂടെ റുകൂഇൽ ഒരു തുമൈനീനത്തിന്റെ കണക്കനുസരിച്ചുള്ള ഒരു അനക്കം അടങ്ങുന്ന രൂപത്തിൽ ഇമാമിന്റെ കൂടെ സമയം ലഭിച്ചാലാണ് മസ്ബൂക്കിന് ആ റക്അത്ത് ലഭിക്കുക. ഇനി താഴെയുള്ളവ സഹീഹല്ല. കാരണം എന്താണ്? മറ്റൊരു സ്ഥലത്തുള്ള ഇമാമിനെ ടിവിയിൽ കൊണ്ട് തുടരുന്നു. അത് സഹീഹാവുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ളത് ഈ ജമാഅത്ത് സഹീഹാവാനുള്ള ഒരു കണ്ടീഷനിൽ പെട്ടതാണ്. അതുപോലെ ഇമാമിന് മുമ്പേ റുകൂഉം ഇഅ്തിദാലും കഴിഞ്ഞു സുജൂദിലേക്ക് പോകുന്നു. അത് ശരിയാവുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യുന്നു, മഅ്മൂമ് ചെയ്യാതിരിക്കുന്നു. അത് പറ്റുമോ? അതും പറ്റൂല. ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ മഅ്മൂമും നിർബന്ധമായും ചെയ്യണം. എന്താണോ ഇമാമ് ചെയ്യുന്നത് അത് മഅ്മൂമും ചെയ്യുക എന്നുള്ളതാണ് ജമാഅത്തിന്റെ സ്വഭാവം. ഇനി അവസാനത്തെ പാഠം സലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരം വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് ജുമുഅ നിസ്കാരം. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ജുമുഅ നിസ്കാരം. ജുമുഅ ദിവസങ്ങളുടെ നേതാവാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തായ ദിവസവുമാണ്. വെള്ളിയാഴ്ച ളുഹറിന്റെ സമയമാണ് ജുമുഅയുടെ സമയം. ജുമുഅ നിസ്കാരം 2 റക്അത്താണ്. നമ്മൾ പൊതുവെ ളുഹർ 4 റക്അത്താണ് നിസ്കരിക്കാറുള്ളത്. പക്ഷേ ജുമുഅ 2 റക്അത്താണ്. ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്ന മുകല്ലഫും സ്വതന്ത്രനും മുസ്ലിമും കാരണങ്ങളില്ലാത്തവനുമായ എല്ലാ പുരുഷനും അത് ഫർള് ഐനാകുന്നു. അപ്പോൾ പുരുഷന്മാർക്കാണ് ഈ ജുമുഅ നിസ്കാരം നിർബന്ധമുള്ളത്. സ്ത്രീകൾ ജുമുഅക്ക് പോകേണ്ടതില്ല. പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ജുമുഅക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഇസ്ലാമിന്റെ ആശയത്തിനോട് എതിരാണ് എന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. പുരുഷന്മാരാണ് ജുമുഅക്ക് വേണ്ടി പോവേണ്ടത്. അപ്പോൾ മുകല്ലഫും അതുപോലെ ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും സ്വതന്ത്രനും മുസ്ലിമുമായ അതുപോലെ കാരണങ്ങളില്ലാത്തവനുമായ ഈ ജുമുഅക്ക് പങ്കെടുക്കുന്നതിന് പ്രത്യേകം തടസ്സങ്ങളൊന്നുമില്ല, കാരണങ്ങളൊന്നുമില്ല. അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും അത് ഫർള് ഐനാകുന്നു, നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഇബാദത്താകുന്നു. ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമും ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മഅ്മൂമും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഈ ജുമുഅക്ക് ജമാഅത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് നിയ്യത്തിൽ ഇങ്ങനെ തന്നെ കരുതൽ നിർബന്ധമാണ്. ഒരു റക്അത്ത് ജമാഅത്തായി തന്നെ ലഭിക്കലും നിർബന്ധമാണ്. ഇനി ജുമുഅ ദിവസം പാലിക്കേണ്ട ചില സുന്നത്തുകൾ, വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സുന്നത്തുകൾ: നഖം മുറിക്കുക, കുളിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോവുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഉത്തരം പറയാം. ജുമുഅ ആർക്കാണ് ഫർള് ഐനാവുക? ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്ന മുകല്ലഫും സ്വതന്ത്രനും മുസ്ലിമും കാരണങ്ങളില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമുഅ നിർബന്ധമാണ്. ജുമുഅയുടെ സമയം ഏതാണ്? വെള്ളിയാഴ്ച ളുഹറിന്റെ സമയമാണ് ജുമുഅയുടെ സമയം. ജുമുഅക്ക് മഅ്മൂമ് നിയ്യത്ത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്? മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം എന്നെന്ത് ചെയ്യണം? മഅ്മൂമ് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു, അപ്പോൾ ഉസല്ലി ഫർള സ്വലാത്തുൽ ജുമുഅ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം എന്ന് നിർബന്ധമായും നിയ്യത്ത് ചെയ്യണം. ഇമാമ നിയ്യത്ത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്? ഇമാമായി നിസ്കരിക്കുന്നു, ഇമാമായി എന്ന് ഇമാമും നിർബന്ധമായും നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഈ ജുമുഅ ജമാഅത്തായി തന്നെ ലഭിക്കൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ വ്യക്തമാക്കാം, ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ പറഞ്ഞു. നഖം മുറിക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, അങ്ങനെ പല സുന്നത്തുകളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ
കിതാബുൽ ഫിഖിൽ 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആദ്യം 1 മുതൽ 11 വരെയുള്ള പാഠങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 വീഡിയോയും കൃത്യമായി വിദ്യാർത്ഥികൾ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.